ഒരിക്കലും മടി വരാത്ത ജോലി എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട ജോലിയാണ്. അത് ഏത് ജോലിയും കുഴപ്പമില്ല. ജോലി ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി നമുക്ക് സൂപ്പറായിട്ട് വർക്ക് ചെയ്ത് സമ്പാദിക്കാം, നല്ല ഉയർച്ചയിലെത്താൻ പറ്റും അല്ലേ. അപ്പോൾ നിങ്ങളെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷൂ ഇട്ടിട്ട് റൈഡ് പോകാം. സൊമാറ്റോ വ്ളോഗ് നമ്പർ 123 ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇന്നത്തെ ഇൻട്രോ ഇങ്ങനെ പോട്ട് ഒരു ചേഞ്ച്. അപ്പോൾ നമ്മളെ ബ്ലാക്ക് ബൈസിന് റെഡി ആയിരിപ്പുണ്ട്. അപ്പോൾ റെഡിയല്ലേ, പോകാലോ. അത്ര തന്നെ. അപ്പോൾ ബാഗിൻ്റെ അത് കുടിക്കാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ, റെയിൻ കോട്ടിന് ആവശ്യമില്ല, മഴയൊന്നുമില്ലല്ലോ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. ഒരു മിനിറ്റ്, ഇതെവിടെ കൊണ്ട് വയ്ക്കാം? ഇതിവിടെ വയ്ക്കണമായിരുന്നു അല്ലേ. അപ്പോൾ കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. ബാ ബാ ബാ. ടാറ്റാ ബാബായ്, സി പോയിട്ടാമേ. അപ്പോൾ മണി ഇപ്പോൾ കറക്റ്റ് 6:40 പറയുന്നത്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 24 ഫെബ്രുവരി 2025. അപ്പോൾ ഇന്നത്തെ ദിവസം തിങ്കളാഴ്ചയാണ്, മൺഡേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മണ്ടയ്ക്കകത്ത് ടെൻഷനാണ്. കാരണം ഞായറാഴ്ച അവധി കഴിഞ്ഞ് തിങ്കളാഴ്ച വർക്ക് ചെയ്യും പോകുമ്പോൾ തന്നെ ഒരു മൂഡ് ഓഫാണ്. ആ മൂഡ് ഓഫ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ റൈഡ് പോകുന്നത് അല്ലേ. അതിലെ മെയിൻ പർപ്പസ് അങ്ങനെയൊന്നും ഇല്ല, ചുമ്മാ തള്ളി വിട്. അങ്ങനെ എപ്പോഴും പോലെ ഐശ്വര്യമായിട്ട് പൂജ പ്രതിയുണ്ട്. നമ്മളെ സ്വന്തം ഏരിയ. ഇവിടെ ഒരു 10 മിനിറ്റ് നിൽക്കാം, എന്നിട്ട് സ്ഥലം മാറ്റിക്കളയാം. ഓർഡർ അടിക്കില്ല, ചുമ്മാ നിൽക്കണേ ഉള്ളൂ. അപ്പോൾ ഇത് രാവിലെ ഓടി കണക്കെന്ന് പറഞ്ഞത് 7 ഓർഡറാണ്. 7 ഓർഡർ കിട്ടിയത് 268 രൂപ 59 പൈസ പ്ലസ് ഇൻസെൻറ്റീവ് 100 രൂപ. അങ്ങനെ ടോട്ടൽ 368 രൂപ 59 പൈസ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി 3 ഓർഡർ എടുത്തു കഴിഞ്ഞാൽ, അതായത് 10 ഓർഡർ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് കാണിച്ചില്ല ഒരു മിനിറ്റ്. 10 ഓർഡറിന് 200 രൂപ, 13 ഓർഡറിന് 250 രൂപ, 14 ഓർഡറിന് 275 രൂപ, 20 ഓർഡറിന് 425 രൂപ. ഇതാണ് കണക്കും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടത് മാക്സിമം നമുക്ക് 13 ഓർഡറിന് 250 ഇൻസെൻറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ സംഭവം ഓക്കെ. അപ്പോൾ സ്ഥലം മാറി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്ന് പോകണേ, പിന്നെ മടിയായി പോകും വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ മൂവ്മെൻറ്റിലാണെങ്കിൽ ഒരു വിഷയമില്ല. അതുപോലെ മൂവ്മെൻറ്റിൽ വെക്കണമെങ്കിൽ ഓർഡർ അടിക്കുള്ളൂ. അങ്ങനെയൊക്കെ സംഭവം ഉണ്ട്. അറിയാമോ? ഇങ്ങനെ കുറേ പുതിയ പാട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ട്രെൻഡിങ്ങിൽ. നമ്മൾ പാടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ നമ്മൾ മാത്രം ട്രെൻഡിങ് നമ്മളല്ലേ. അതുകൊണ്ട് മാക്സിമം എപ്പോഴും ആക്റ്റീവ് ആയിരിക്കാൻ നോക്കുക. നമുക്കുള്ള സമയം കറക്റ്റ് വരുമ്പോൾ നമ്മൾ കയറി പിടിച്ചോണം. അല്ലാതെ എന്നെ കൊണ്ട് പറ്റൂല ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കേണ്ട തന്നെ. ഇതാണ് ഇന്നത്തെ മെസ്സേജ്. ഓക്കെ. പെട്രോൾ 110. നമുക്ക് ഐശ്വര്യമായിട്ട് ഒരു പെട്രോൾ അടിച്ചിട്ട് പോയാലോ ഫസ്റ്റ് തന്നെ. ഓക്കെ, 110 രൂപ പെട്രോൾ അടിച്ചിട്ടുണ്ട്. 1 ലിറ്റർ കൂടുതലുണ്ട്. 1 ലിറ്റർ കൂടുതൽ പറയുമ്പോൾ 5 ലിറ്റർ വരാനൊന്നുമില്ല. 1 ലിറ്റർ പോയിന്റ് സംതിങ് വരുമായിരിക്കും അല്ലേ. ഓക്കെ, പോകാന്നാ. കാക്കത്തൂരി സ്ഥലത്തിയാ. ഈ സ്ഥലം ഏറ്റവും ഡേഞ്ചറസ് സ്ഥലമാണ്. ഇത് ഇവിടെ വരുമ്പോഴേക്കും പേടിയാണ്. ഇവിടുന്ന് എസ്കേപ്പായി പോണത് വലിയൊരു പോരാട്ടമാണ് ലൈഫിൽ അല്ലേ. പക്ഷേ എൻ്റെ അമ്മോ, കറക്റ്റ് 1 മണിക്കൂറായപ്പോൾ ഫസ്റ്റ് ഓർഡർ അടിച്ച് മദർ വെച്ച് പ്ലസ് വാ അടുത്തിനെ പപ്പോൾ. ഓക്കെ, റീച്ച് ലൊക്കേഷൻ റെഡി ആയാൽ നോക്ക്. റെഡിയായി, സൂപ്പർ, കൊള്ളാലോ. നമ്മളെ ലക്കി റെഡി ആയിട്ടുണ്ട്. പണ്ടൊക്കെ ആകുമ്പോൾ 6 to 6:30 മണിക്ക് ഓർഡർ അടിക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാം മാറി. ഇപ്പോൾ 7 മണിക്കാണ് ഓർഡർ അടിച്ച് തുടങ്ങുക ഫസ്റ്റ് ഓർഡർ. ഇപ്പോൾ അങ്ങനെ ആകുമ്പോൾ 7 to 11 മണി വർക്ക് ചെയ്തിരിക്കുന്നത്. 3908 അതെ. ഓക്കെ, ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ പിക്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ശാസ്ത്രമംഗലാണ്. 3.8 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്നതായിട്ട് 2 പൂരി സെറ്റ് മസാലയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 7 മണി ആയിട്ടുണ്ട്. ഇന്നത്തെ വൈബ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് വൈബാണ്. നല്ല ഫോമിൽ നിൽക്കുകയാണ്. യവ വന്നാലും ശരി അടിച്ച് തൂക്കി പോയിട്ടേ ഇരിക്കും. അത് ആ ലെവലിൽ നിൽക്കുകയാണ്. അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ബാക്കിൽ നിൽക്കേണ്ട തന്നെ. അതുകൊണ്ട് മാക്സിമം അടിച്ച് ഫോമിലാതെ നോക്കുക. ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ നോക്കുക. ആരും അഡ്വൈസ് കേൾക്കാൻ പോലും നിങ്ങളെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ജോലി മാത്രം ചെയ്യുക. അത്ര തന്നെ. അപ്പോൾ അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ ആദ്യം കുറച്ച് പാടായിട്ട് തോന്നും, എടുത്ത തീരുമാനം തെറ്റായിട്ട് തോന്നും. പക്ഷേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സമയമാകുമ്പോൾ ജയിക്കും. അപ്പോൾ അറിയാൻ പറ്റും നമ്മളെടുത്ത തീരുമാനം തെറ്റാ ശരിയാന്നുള്ളതൊക്കെ. ഇതാണ് ശാസ്ത്രമംഗലം പൈപ്പിൻമൂട് ജംഗ്ഷൻ. ഇവിടുന്ന് റൈറ്റിലാണ് പോകേണ്ടത്. ഇവിടെ ഒരു ഷോങ്കോലുണ്ട് അങ്ങോട്ട് അപ്പുറത്തായിട്ട്. നമ്മൾ പോകേണ്ടത് ഇപ്പുറത്താ. ഓക്കെ, വി ഹാവ് റീച്ച് ദ ലൊക്കേഷൻ ഓഫ് കസ്റ്റമർ. ഇവിടെയാണോ? ഇവിടെ തന്നെ. അവിടെ നിൽക്കായിരുന്നു അല്ലേ? ശിവഗംഗ. ഓക്കെ. ഇത് വീടല്ലേ? 117 ഹൗസ് നമ്പർ. ഓക്കെ. കസ്റ്റമർ അവിടെ നിൽക്കുക, നമ്മളെ വെയിറ്റ് ചെയ്ത്. നമ്മൾ ഇപ്പുറത്ത് വന്നപ്പോൾ അവർ കണ്ടില്ല. ഓർഡർ ഡെലിവേർഡ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞത് 40 രൂപ 94 പൈസയാണ്. അപ്പോൾ അടുത്ത ഓർഡർ അടിക്കാൻ എങ്ങോട്ട് പോകേണ്ടത് അവിടെ നിന്നാൽ മതി. ആ ജംഗ്ഷനിൽ അടിച്ചോളൂ ഓട്ടോമാറ്റിക്കായിട്ട്. വന്നിട്ട് ഒരു 15 മിനിറ്റായി ഓർഡർ അടിക്കുള്ള. എന്ത് ചെയ്യാൻ? ഇങ്ങനെയൊക്കെ കഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ എങ്ങോട്ട് പോകാൻ? ഇപ്പോൾ നിങ്ങളുടെ സ്ഥലം ശാസ്ത്രമംഗലം ജംഗ്ഷനാണ്. ഇവിടെ നമ്മൾ എങ്ങോട്ട് പോയാൽ ഓർഡർ അടിക്കുന്നവരുടെ ഒരു കാര്യം ചെയ്യാം. റൈറ്റ് പോകാം അല്ലേ. നല്ല ഫോമിൽ നിൽക്കുമ്പോൾ നല്ല ഓർഡർ അടിച്ച് പോകാൻ എന്ത് സൂപ്പറാണ് അല്ലേ. ഇതിങ്ങനെ ഷോക്ക് അടിക്കുമ്പോൾ നമ്മൾ ആ പടം ഒരു ഡൗൺ ആയി പോകും. പിന്നെ നമുക്ക് വ്ളോഗുകളെ പോടും വരില്ല, ഒന്നും പറയാൻ തോന്നില്ല. അതാണ് വിഷയം. നമ്മൾ അവിടെ കറങ്ങി ലാസ്റ്റ് സംസം വയമാറിലെത്തിയിട്ടുണ്ട്. ഇവിടെയെങ്കിലും ഓർഡർ അടിക്കുമോ? ഇവിടെ നാളൊന്നുമില്ലേ എന്തോന്നത്? അപ്പോൾ ഓർഡർ കുറവാണെന്നർത്ഥം. അയ്യോ എന്ത് ചെയ്യാൻ പോണെന്ന് പിടിയില്ലല്ലോ. ഉച്ചയ്ക്ക് ഇതേ സ്ഥലത്ത് വെയിറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ്. ഓർഡർ അടിച്ച് കേക്ക് വേൾഡ് എവിടെ? അവിടെ തന്നെ റെഡി ആയിട്ടുള്ള 4 മിനിറ്റ് ആവും. ഓക്കെ, വെയിറ്റ് ചെയ്യാം. അത് അവിടെ പോയി വെയിറ്റ് ചെയ്യാം. അതാണ് കേക്ക് വേൾഡ്. സംഭവം ഓർഡർ റെഡി വന്നില്ല. ഇപ്പോൾ ചോദിച്ചു നോക്കാം. സമയം കൊണ്ടേക്കല്ലേ. നമ്മൾ പോകുമ്പോഴേ വണ്ടി വരുള്ളൂ. എത്ര നേരം ഒരു വണ്ടി വരില്ല. നമുക്ക് 2 ബൈക്ക്, ആട്ടോ, അതിൻ്റെ ബാക്കിൽ വേറൊരു ബൈക്ക്. ഇത്ര നേരം ഒറ്റ വണ്ടി ഇല്ലായിരുന്നു. ഇതാണ് ദേഷ്യം പറഞ്ഞു. ചുമ്മാ കോമഡി പറഞ്ഞേ ഉള്ളൂ. റോഡായ വണ്ടികളൊക്കെ വരില്ലേ, നമ്മൾ നോക്കി ക്രോസ് ചെയ്ത് പോയാൽ വേറെ വിഷയമില്ല. യാസി സൂപ്പർ തണുപ്പ് കേട്ടോ, അടിപൊളിയാക്കണം. റെഡിയായത് 5297. റെഡി വരുമോ? ആയില്ലല്ലേ. പുറത്ത് വെയിറ്റ് ചെയ്യാം. ഗ്യാസിക്കകത്ത് നിൽക്കുമ്പോൾ എന്തോ പോലെ അല്ല, അവിടെ നിൽക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ആൾക്കാരൊക്കെ അവർ പറഞ്ഞ് പുറത്ത് പോകണേക്കാളും നമ്മളായിട്ട് പോകണത് നല്ലത്. റെഡിയായത് വന്നിട്ട് 15 മിനിറ്റായി. ചോദിക്കാൻ വന്ന്
ഓക്കെ, അങ്ങനെ 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഓർഡർ കിട്ടി. ഇത്ര നേരം കണ്ട. അപ്പോൾ ഇത് നമ്മൾ LAPG ഗ്യാങ്ങിലെ ആളാണ്. അപ്പോൾ കൈ കൊടു. പേരെന്താണ്? കൃഷ്ണചന്തു. ഇപ്പോൾ എവിടെ താമസിക്കുന്നത്? കാട്ടാക്കട. ദൂരം കൂടുതലാണല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറ, ലൈഫ് അടിച്ച് പൊളിക്കണം. അത്ര തന്നെ. പോടാ, സമയമായി. അപ്പം നമ്മൾ പോയി ചോദിച്ചാലേ ഓർഡർ കിട്ടുള്ളൂ, മനസ്സിലായോ? അതാണ് പ്രശ്നം. ശരി, കുഴപ്പമില്ല, പോവാം, സമയമായി. 5 മിനിറ്റ് പോയി. വണ്ടി ലുക്കല്ലേ, ഒരു രക്ഷയില്ല, സൂപ്പറായിരുന്നു. എവിടെ നിന്ന് കണ്ടാലും വണ്ടി ലുക്ക് ചെയ്യാനാ. അയ്യോ, ക്യാക്കാണ് സൂചിച്ച്. പയ്യെ ലൈറ്റായിട്ട് ആടിയിട്ടുണ്ട്. ചരിഞ്ഞ് പറ അങ്ങോട്ട്. ശരി, പയ്യെ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ തെക്കേടാണ്. ഇവിടെ കറക്റ്റ് 3.8 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്നതായിട്ട് ചോക്ലേറ്റ് കേക്കാണ്. ചോക്ലേറ്റ് കേക്ക് അടിപൊളി. വച്ച തിന്നാലോ സൂപ്പറായിട്ട്. സുധീഷെ പയ്യെ പോ, കട്ടറൊക്കെ വരണം, കേക്ക് ഇരിക്കുന്നു. ശരി, പയ്യെ പോ. ഓക്കെ, നമ്മൾ തക്കാട് ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റാണ് പോകേണ്ടത്. സംഗീത് നഗർ വഴി മാറിക്കറിയാം സുധീഷെ. നമുക്ക് മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. മാറി. ഓക്കെ, അപ്പുറത്ത് ലെഫ്റ്റാണ് പോകേണ്ടത്. തൊട്ടപ്പുറത്ത് ലെഫ്റ്റ് ഉണ്ടോ നോക്ക് സുധീഷ? ഉണ്ടോ? ഇവിടെ ഉണ്ടല്ലോ, സംഗീത് നഗർ 2. ഇവിടെ ആയിരിക്കും അപ്പോൾ. ഓക്കെ, ഇത് തന്നെ. നമ്മൾ ആ വഴി വന്നാലും കയറാൻ പറ്റും. അപ്പുറത്ത് കയറ്റുണ്ട് ഈ വീടിൻ്റെ. ശരി, കുഴപ്പമില്ല. ബെല്ലുമില്ല. കസ്റ്റമറെ വിളിച്ച് ചോദിക്കാം. ഇവിടെ അല്ലേ? ഇല്ല, വിളിച്ചില്ല. വിളിക്കാൻ എടുത്തപ്പോഴാണ് കണ്ടതിനെ. ശരി, കുഴപ്പമില്ല. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 43.97 അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ബേക്കറി ജംഗ്ഷനാണ്. ഇവിടെ വന്നൊരു 15 മിനിറ്റ് കൂടുതലായി. ഓർഡർ നടിക്കാനുള്ള എന്ത് ചെയ്യാൻ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മെയിൻ ഹോട്ട്സ്പോട്ട് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എവിടെ നമ്മൾ പോകും? ഇപ്പോൾ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഓർഡർ അടിക്കുകയാണ്. ഇതേപോലെ 1 മണിക്കൂറിൽ ഒരു ഓർഡറിന് കണക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് കാരണം എന്നൊരു പിടിയില്ല. ആൾക്കാർ ഓർഡർ ചെയ്യാത്തതാണ്. അതാ സൊമാറ്റോ, സ്വിഗ്ഗി പോലത്തെ ആൾക്കാർ നമുക്ക് ഓർഡർ തരുന്നില്ലേ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പോൾ സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കാം. കമോൺ. വെറുപ്പീര് ശോകം എന്ത് വെറുപ്പീരായിരുന്നു അത്. നിങ്ങൾ മൈൻഡ് ബ്ലാങ്ക് ആക്കി വെക്കുക. ഒരു എക്സ്പെക്ടേഷനും ഉണ്ടാവരുത്. ഒന്നാം കയറി വരണ എൻ്റെ അമ്മോ പേടിച്ചാൻ ജസ്റ്റ് മിസ്. കണ്ണാടി ബൊമ്മൈ ഒன்று கல் மீது விழுந்தது என்ன എങ്ങോട്ട് പോകാൻ? ലെഫ്റ്റ് പോയാൽ തമ്പാനൂർ, നേരെ പോയ പാളയം, ബാക്കിലോട്ട് പോയ ബേക്കറി വന്ന വഴി. ഉള്ള മൂടെല്ലാം പോയിട്ട് എന്ത് ആക്റ്റീവായിട്ട് ഇറങ്ങി അറിയാമോ? നമുക്കൊരു കാര്യം ചെയ്യാം, സംസം പാളയത്ത് പോയാലോ. അങ്ങനെ ഐശ്വര്യമായിട്ട് 3ാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. ഓക്കെ, പോകാം. അപ്പോൾ 3ാമത്തെ ഓർഡർ സംസം പാളയമാണ്. അടുത്തിന് ഇവിടെ നിന്നൊരു ഞാൻ നിനക്കായി ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും. പിന്നെ എപ്പോൾ അറിയും? ഓ, ജീസസിൻ്റെ വാക്കാണ്. അപ്പം കുഴപ്പമില്ല, കറക്റ്റ് ആയിരിക്കും. ജീസസ് കാത്തോണേ. റീച്ച് ലൊക്കേഷൻ റെഡിയായി കുഴപ്പമില്ല. 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് എത്ര 6 മണിക്ക് ഇറങ്ങി. ഇപ്പോൾ 8:30 മണിയായി. 2.5 മണിക്കൂറിൽ 3 ഓർഡർ. എന്തൊരു കണക്കാണ്. 4699 അത് തന്നെ. ഓക്കെ, അങ്ങനെ 3ാമത്തെ ഓർഡർ പിക്ഡ്. ഓക്കെ, അപ്പോൾ പോകാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പട്ടമാടുണ്ട്. കറക്റ്റ് 3 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്നതായിട്ട് ഒറോട്ടിയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 8:30 മണിയായി. ഇപ്പോൾ ഇതാണ് കാര്യങ്ങളൊക്കെ. വേറെ ഒന്നും പറയാനില്ല. സുധീഷ് ആക്റ്റീവ് ആവും. അതൊക്കെ അങ്ങനെ ഇരിക്കുള്ളൂ ലൈഫായി കഴിഞ്ഞാൽ. ഒന്ന് അപ്പ് ഡൗൺ ഒക്കെ കാണും. റോഡ് സൂപ്പറായല്ലോ. നല്ല ഗ്രീൻ കളറിൽ 2 സൈഡിലും അല്ലേ? ഗ്രീൻ ബ്ലൂ ആയിപ്പം. ഇനി അടുത്തത് കളർ, അടുത്ത പിങ്ക് കളർ. ആഹാ, സൂപ്പർ. കളർ മാറിക്കൊണ്ടെങ്കിൽ. ലൈറ്റ് എവിടെ നിന്ന് പറഞ്ഞത്? കൊള്ളാലോ. ലൈറ്റ് എവിടെ നിന്ന് പറഞ്ഞത്? അടിയിൽ LED ഉണ്ടാ? നോക്കിയാലോ. അടിയിൽ ലൈറ്റ് ഉണ്ടാ? LED ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ലൈറ്റാണ് കളർ മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? കൊള്ളാം, സംഭവം പൊളി തന്നെ. ഇപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് 100 മീറ്റർ ദൂരം നമ്മൾ എത്താറായി. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട്. ഓക്കെ, ഇതാണ് കസ്റ്റമർ ലൊക്കേഷൻ. ഹൗസ് നമ്പർ നോക്ക് സുധീഷ്, എവിടെയാണ് കറക്റ്റാണ് പറഞ്ഞത്? ഹൗസ് നമ്പർ 5A ആണ്. അപ്പം അപ്പുറത്ത് ഇവിടെ ആയിരിക്കും. ഇത് തന്നെ. ഇത് 6 ആയല്ലോ. ഇതാണ് കുഴപ്പം. നമ്മൾ നോക്കുന്ന ഹൗസ് നമ്പർ കിട്ടൂല. ഇവിടെ തന്നെ. 183 ക്യാഷാണോ? ചിലരുണ്ടല്ലോ. ഓക്കെ, താങ്ക് യു. COD കിട്ടിയ നല്ലതായി പോയി. കയ്യിൽ 5 പൈസ ഇല്ല പേഴ്സിൽ ക്യാഷായിട്ട്. ഗൂഗിൾ പേയിലാണെങ്കിൽ 300 ഉണ്ട് അത്ര തന്നെ. അപ്പോൾ അടുത്ത് എണ്ടിത്തിരിഞ്ഞ ലൈഫാണ്. എന്നാലും കുഴപ്പമില്ല, ഹാപ്പി തന്നെ. പൈസ കയ്യിൽ വേണമല്ലോ എന്നാലും അല്ലേ? അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് പറഞ്ഞത് 37.96 ഇപ്പോൾ അടുത്ത് എങ്ങോട്ട് പോകാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാം, ബട്ടർ ജംഗ്ഷനിൽ പോയി നിൽക്കാം. അവിടെ പോയി അടുത്ത ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും, അടുത്ത ഓർഡർ അടിച്ചാൽ എങ്ങോട്ടെങ്കിലും പോവാം. പണ്ടൊക്കെ സൊമാറ്റോ ആപ്പ് ഓൺലൈനിലാക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഓർഡർ അടിക്കും. ഇപ്പോൾ വീട്ടിൽ നിന്ന് പൂജപ്പുര ജംഗ്ഷനിൽ ഓർഡർ അടിക്കുന്നില്ല, പട്ട ജംഗ്ഷനിലൊന്നും ഓർഡർ അടിക്കുന്നില്ല. ആ ലെവലായി. ഓർഡർ അടിച്ച് കുഴപ്പമില്ല. ചെക്കിങ്ങിലാണ് ഓർഡർ അടിച്ചിരിക്കുന്നത്. ചെക്കിങ് എവിടെ? അത് പട്ടം. ഓക്കെ, ഇതാണ് ചെക്കിങ്. വണ്ടിയോടെ കൊണ്ട് വയ്ക്കാം, അപ്പുറത്ത് വയ്ക്കാം. റീച്ചഡ് ചെക്കിങ് റെഡി ആയില്ല. 7 മിനിറ്റ് കാണിക്കുകയാണ്. പോയി ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ചില സമയത്ത് റെഡി കൊടുക്കില്ല. നമ്മൾ ചോദിച്ചാൽ സാധനം കിട്ടുള്ളൂ. പട്ടിയാണ് നിൽക്കണത്. വല്ലതും ചെയ്യോ? പട്ടിയുടെ ചെവി മുറിഞ്ഞിരിക്കുകയാണല്ലോ. എന്ത് പറ്റി? അടിപൊളിക്കാണ്. മര്യാദയിരിക്കുമല്ലോ. ബാക്കിൽ നിന്ന് വരണം. അങ്ങോട്ട് കയറല്ലേ? 7521 റെഡി വരുമല്ലേ? ഓക്കെ, ഇതാണോ 7521? ഓക്കെ, അങ്ങനെ 4ാമത്തെ ഓർഡർ പിക്ഡ്. ഓക്കെ, പോകുന്ന. അപ്പോൾ അടുത്ത പോകേണ്ട ലൊക്കേഷൻ പൂജപ്പുരയാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 6.5 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്നതായിട്ട് ഫ്രൈഡ് ചിക്കനാണ്. മണി ഇപ്പോൾ കറക്റ്റ് 9 ആവാറായി. സത്യം പറഞ്ഞാൽ പണ്ടൊന്നും ഭയങ്കര ആഗ്രഹമൊന്നുമില്ലായിരുന്നു. എന്തെങ്കിലും ജോലി ചെയ്യുക, ജീവിക്കുകയോ, ശമ്പളം വാങ്ങിയോ, അങ്ങനത്തെ ഇതായിരുന്നു. പിന്നെ എന്ന് ജോലി റിസൈൻ ചെയ്തോ അന്ന് തുടങ്ങി ഇഷ്ടമുള്ളൊരു ജോലി ചെയ്യണം, അതുവഴി രക്ഷപ്പെടണം. നമ്മൾ തോറ്റവും വിചാരിച്ച മുമ്പിൽ നമ്മൾ ജീവിച്ച് കാണിക്കണം, സന്തോഷമായിട്ട് ജീവിച്ച് കാണിക്കണം, പ്രഷറില്ലാതെ ജീവിക്കണം ആഗ്രഹം തുടങ്ങി. അങ്ങനെ കോവിഡ് സമയത്തൊക്കെ തുടങ്ങിയാണ് യൂട്യൂബ് ഇന്ന് വരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു റീച്ച് കെട്ടി കുഴപ്പമില്ലാതെ, എന്നാലും നല്ല ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ട്രൈ ചെയ്യാണ്.
ഒട്ടും തന്നെ പിന്മാറാതെ തുടർന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നിമിഷം വരെ. ചില ഡൗൺസൊക്കെ ലൈഫിൽ വരും, എന്നാൽ കൂടുതൽ കാര്യമാക്കാതെ ജയിച്ച് കഴിഞ്ഞ് എന്ന് വിചാരിച്ച് വേണം മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ അയ്യോ തോറ്റു പോയാ വേണ്ടായിരുന്നു എന്ന് വിചാരിച്ചാൽ പിന്നെ നോക്കണ്ട, അത് തോറ്റെന്നർത്ഥം. KSRTC കാട്ടാക്കട ബസ് ഇതാ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലത്തെ ബസ്സിലൊക്കെ പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. അത് രാത്രി സമയത്ത് സൂപ്പറാണ് പോകാൻ, നല്ല തണുത്ത കാറ്റും അടിച്ച് എവിടെയെങ്കിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പൂജപ്പുര ചാടിയറയാണ്. ചാടിയർ ലെഫ്റ്റാണ് പോകേണ്ടത്. ഇവിടെ ഇങ്ങനെ കയറിയാൽ മതി. ശ്രീ നാഗരികാവ് ക്ഷേത്രം ഈ വളവിലാണ് കസ്റ്റമർ ലൊക്കേഷൻ വരുന്നത്. അയ്യോ പട്ടി നിൽക്കുകയാണ്, നമ്മളെത്തി നോക്കുകയാണല്ലോ. ഓട്ടിക്കോ എന്നാ വല്ലതും ചെയ്യോ? ഞാനും പാവം നിങ്ങളും പാവമാണ്. ഞാനും പട്ടിയെ പോലെ ഓടിക്കൊണ്ടിരിക്കണം, നിങ്ങൾ പട്ടിയായിട്ട് ഓടിക്കൊണ്ടിരിക്കണം. റീച്ച് ലൊക്കേഷൻ ഹൗസ് നമ്പർ 253 ആ ഇവിടെ തന്നെ കറക്റ്റ് 253. ആ സൊമാറ്റോ ആണേ. ഓക്കെ ഓക്കെ ശരി, ഇവിടെ അല്ലേ? ഓക്കെ ശരി. ഓക്കെ ഓർഡർ ഡെലിവർഡ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞത് 72 രൂപ 42 പൈസയാണ്. ഇനി എങ്ങോട്ട് പോകേണ്ട, പെട്രോൾ കളയണ്ട, ഇവിടെ തന്നെ നിൽക്കാം. ഓർഡർ അടിക്കിട്ട് അല്ലെങ്കിൽ വീട്ടിൽ പോകും, അത്ര തന്നെ. അത്രേ ഉള്ളൂ. നമുക്കുള്ളത് കൈ കറക്റ്റാണ് വരും. നമ്മൾ ചെയ്യേണ്ട ജോലി മാത്രം കറക്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നാൽ മാത്രം മതി. ഓക്കെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അസീസ് റെസ്റ്റോറൻറ്റ് പൂജപ്പുര. അക്സെപ്റ്റ് ഓർഡർ കോഡ് സുവിശ. സൂപ്പർ ഓർഡർ അടിച്ചല്ലോ, സന്തോഷമായി. ഓക്കെ റെഡി വന്ന് പോപ്പോൾ എടുക്കാം. 4356 ഇതിന് പിക്ഡ് ഓർഡർ. ഓക്കെ അപ്പോൾ പോകാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മുടൽമുകളാണ്. ഇവിടെ കറക്റ്റ് 1.1 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ ഫ്രൈ കിഴി ബിരിയാണിയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 9:20 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വരെ ദിവസങ്ങൾ ഭയങ്കര മോശമാക്കി. മാസം അവസാനം ആവും തോറും ഓർഡർ കുറവുകൊണ്ടിരിക്കുള്ളൂ. സത്യം പറഞ്ഞാൽ ഇറങ്ങാതിരിക്കണം നല്ലത്. വീട്ടിൽ ചുമ്മാ ഇരുന്ന കുഴപ്പമില്ല തോന്നും. പിന്നെ ഓരോ ജോലിക്ക് ഓരോ കഷ്ടപ്പാട്. നമ്മുടെ ജോലി ഇങ്ങനത്തെ കഷ്ടപ്പാടുകൾ. ഇതെല്ലാം ഹാപ്പിയാണ്, വേറെ വിഷയമൊന്നുമില്ല. ഈ ഓർഡർ കുറയുമ്പോൾ ശോകം മാത്രമേ ഉള്ളൂ, ഇത്ര തന്നെ. നമ്മളങ്ങനെ ഡീസൽ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ റൈറ്റിലാണ് പോകേണ്ടത്. അറിയാമോ നമ്മളെ? കൈവിട്. പേരെന്ത്? മിറനല്ലേ? MIRAN MERRAN അയ്യൻ മെറിൻ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം പറ. ഛേ അത്ര LAPG അതൊക്കെ പറഞ്ഞിട്ട് പോകണം ബ്ലോഗ് കാണുമ്പോൾ. പയ്യനെ ഭയങ്കര നാണം കേട്ടോ. നമ്മുടെ ബ്ലോഗിൽ ആരുന്നാലും LAPG പറയാൻ വിടില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 20 രൂപ 65 പൈസയാണ്. ഇപ്പോൾ നേരെ വന്ന വഴി തിരിച്ച് പോകാം. പൂജപ്പുര എക്സ്റ്റേനിൽ പോയി നിൽക്കാം. അടുത്ത ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും പോവാം. അങ്ങനെ ഐശ്വര്യമായിട്ട് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അസീസ് റെസ്റ്റോറൻറ്റ് അടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ, തൊട്ട് വലത് സൈഡിൽ. റെഡിയായി, സൂപ്പർ. അപ്പോൾ ഷിഫ്റ്റ് കഴിയാറായി. ഇപ്പോഴാണ് ഓർഡർ അടിക്കണത്. പറ എനിക്ക് തോന്നുന്നു എല്ലാവരും പോയിക്കാണ് കേട്ടോ, ഓർഡർ ഇല്ലാത്തതുകൊണ്ടേ. ഇപ്പോൾ നമുക്കാണ് എല്ലാം ഓർഡർ അടിക്കണത്. കൊള്ളാതെ സൂപ്പർ. പയ്യെ വേണ കാർ വരണ, സ്പീഡിലൊക്കെ വരണം, മനുഷ്യൻ വരികയാണെന്നുള്ള ഒരു വിചാരം വേണം ഞങ്ങൾക്ക്. 0725 നമ്മളെ ഓർഡർ ഇവിടെ 0725 പിക്ഡ്. മണി ഇപ്പോൾ കറക്റ്റ് 9:35 ആയിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പൊട്ടക്കുടിയാണ്. ഇവിടെ കറക്റ്റ് 6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം പൊറോട്ട ആൻഡ് ബട്ടർ ചിക്കനാണ്. ഇപ്പോൾ വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഹാപ്പിയാണ്. ഓർഡർ കെട്ടി തുടങ്ങി, ഇൻസെൻറ്റീവ് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഓർഡർ കൊടുത്ത് വീട്ടിൽ പോകണമെങ്കിൽ പോകാം, അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഓർഡർ അടിക്കുകയാണെങ്കിൽ അടിക്കാം. എന്ത് വേണം ചെയ്യാം. സമയം ഇഷ്ടം പോലെ ഇനി ഉണ്ട്. ലെഫ്റ്റ് സ്വിഗ്ഗി, റൈറ്റ് സ്വിഗ്ഗി, നടുക്ക് സൊമാറ്റോ. നടുക്ക് നമ്മളാകുമ്പോൾ ഒരു മാസമായിരിക്കും അല്ലേ? ചുമ്മാ ഒരു രസം അല്ലേ? ഓക്കെ നമ്മളങ്ങനെ പൊട്ടക്കുഴി എത്താറായി. വൃന്ദാവൻ ഹോസ്റ്റിംഗ് കോളനി ഇവിടെയാണ് പോകേണ്ടത്. ഓക്കെ ഇതാണ് കസ്റ്റമർ ലൊക്കേഷൻ. ഇവിടെ എവിടെയാണ് വരണത്? ഓളിക്കയറി മിക്കറി വരാൻ പറയും തോന്നണം. ശരി വിളിച്ചു നോക്കാം. 307 3rd ഫ്ലോറാണ്. ഇവിടെയാണോ മഹേഷ്? ഓക്കെ ശരി എന്നാൽ. ഓക്കെ കൊള്ളാം, നല്ല കസ്റ്റമറുണ്ടാ. നമ്മൾ പടി കയറി പോകുമ്പോൾ അവർ പടി ഇറങ്ങി വന്നാൽ നമുക്ക് കുറച്ച് ഹെൽപ്പായിരിക്കും. വേറെ ഒന്നുമില്ല. 3 നില കയറുമ്പോൾ എനർജി കംപ്ലീറ്റ് പോകും. ഇത് ആരും കഴിച്ചില്ല. അപ്പോൾ ഒരു കസ്റ്റമർ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ആൾക്കാർക്ക് ഒരു ഭയങ്കര സഹായമായിരിക്കും. ഓക്കെ അങ്ങനെ ലാസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇതെവിടെ? ഇത് അറ്റലിയർ ബൈ ആംബ്രോഷ്യ. അതിൻ്റെ പ്രൊണൗൺസേഷൻ എങ്ങനെ അറിഞ്ഞൂടാ, എന്നാലും ആംബ്രോഷ്യ എത്ര മതി, വേറെ ഒന്നും പറയണ്ട. എവിടെ ഇത്? കുറവാണോ? മരപ്പാലം. ഓ അവിടെയാ, മനസ്സിലായി. സിഗ്നൽ നടക്കുന്നത് പെട്ടെന്ന് കാണിക്കാൻ സുധീഷേ. അയ്യോ സിഗ്നൽ ഓഫ് ആയില്ലെന്ന് പറയാൻ പറ്റൂല. ഓഫായെന്നും പറയാം. കയറാൻ കയറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കയറാൻ പാടില്ല. ഇപ്പോൾ രാത്രിയില്ലേ, കുഴപ്പമൊന്നുമില്ല, വണ്ടികളൊന്നും അധികം ഇല്ലല്ലോ. ഓക്കെ വി ഹാവ് റീച്ച്ഡ് ആംബ്രോഷ്യ. ക്രോസ് ചെയ്യാൻ പുറത്ത് വണ്ടി അവിടെ കൊണ്ടൊക്കെ കുഴപ്പമൊന്നുമില്ല. വണ്ടിക്ക് വേണ്ടി പാർക്കിംഗ് ആയിരിക്കില്ലേ, പിന്നെന്ത് കൊണ്ടുപോയി, അത്രേ ഉള്ളൂ. വാ റെഡിയായി. ബാ റെഡിയായത് 5535 ഇല്ല. അങ്ങനെ ലാസ്റ്റത്തെ ഓർഡർ പിക്ഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വഴുതക്കാടാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 4.1 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ഡോണറ്റാണ്, ചോക്ലേറ്റ് ഡോണറ്റ്. മണി ഇപ്പോൾ കറക്റ്റ് 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷിഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഓർഡർ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സൊമാറ്റോ ആപ്പ് ഓട്ടോമാറ്റിക് ഓഫ്ലൈൻ ആയിക്കോളും, വേറെ വിഷയമൊന്നുമില്ല. പിന്നെ പോകുന്ന നോക്കി സാധനം വാങ്ങാൻ പറഞ്ഞു, മലക്കറിയും കാര്യങ്ങളൊക്കെ. വാവ് പൊളി ലുക്ക് കേട്ടോ കവടിയാറ്. സംഭവം ശിവരാത്രി വരാൻ പോവല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റും കാര്യങ്ങളും ഇട്ടിരിക്കുകയാണ് സൂപ്പറായിട്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഓണം വൈബാണ് പറഞ്ഞത്. ഓക്കെ ലൊക്കേഷൻ എത്താറായി. ഇവിടുത്തെ യൂട്ടേൺ എടുക്കണം. ഓഹോ വണ്ടി അവിടെ നിന്ന് പറന്ന് വന്ന് പയ്യെ വാ. ഇടിച്ചില്ലല്ലോ. ഇത് തന്നെ ഫ്ലാറ്റ്. ഇത് തന്നെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. എന്ത് അടച്ച് പൂട്ടിയിരിക്കണ്, ആരും ഇല്ല ഇവിടെ. ശരി വിളിച്ചു നോക്കാം. ബാ ഇവിടെ അല്ലേ? ഇത് ഗൂഗിൾ പേ ആണോ ക്യാഷാണോ? ഓക്കെ സ്കാൻ ചെയ്താൽ മതി. ഓക്കെ ശരിയാണ്. ഓക്കെ അവസാനത്തെ ഓർഡർ
ഡെലിവേർഡ്. ഓക്കെ, ഇപ്പോൾ സൊമാറ്റോ ആപ്പ് ഓട്ടോമാറ്റിക് ഓഫ്ലൈനായി. ഇനി നേരെ വീട്ടിൽ പോകാം. അത്ര തന്നെ ഇന്നത്തെ ജോലി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് പറഞ്ഞാൽ 42 പൈസയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 10:15 ആവാറായി. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഫീൽഡ് നല്ല ഹാപ്പിയാണ്, നല്ല തൃപ്തിയായിട്ടുണ്ട്. ഇൻസിനി പഠിച്ചല്ലോ 250 രൂപ, അതിന് മതി. അപ്പോൾ ഇന്ന് ഓടി മൊത്തം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 84 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മൾ ഇനി നേരെ പോകേണ്ട വീട്ടിലോട്ട്. അതിന് മുമ്പായിട്ട് അപ്പോൾ ഈ ഗുളിക വാങ്ങണം, പിന്നെ വീട്ടിലത്തേക്ക് 2 പേർ പാല് വാങ്ങണം. അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ഓക്കെ ഓക്കെ. ക്ലൈമറ്റ് ഇല്ല നമ്മള് ക്ലൈമറ്റ് ഒരു സ്ട്രിപ്പ് അത്രയേ ഉള്ളൂ. ഓക്കെ ഓക്കെ, വില കുറവാണല്ലേ? ഞാൻ ഒരെണ്ണം ഒരു ഗുളി 6 രൂപയാണ്. 6 രൂപ. അപ്പോൾ അങ്ങനെ ഗുളി വാങ്ങിച്ചിട്ടുണ്ട് അപ്പയ്ക്ക്. ഇപ്പോൾ ഇത് വില കുറഞ്ഞ ഗുളിയാണ്. ഒരു സ്ട്രിപ്പ് 6 രൂപ ഉള്ളൂ കേട്ടോ. ഞാൻ ഒരു ഗുളി 6 രൂപയാണ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഇപ്പോഴത്തേക്ക് ഒരു സ്ട്രിപ്പ് മതി. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് വേണമെങ്കിൽ ബാക്കി ഗുളി വാങ്ങിക്കാം. ഓക്കെ, ഇനി വാങ്ങേണ്ട എന്തൊക്കെയാണ്? 2 പേർ പാല് മാത്രം. മലക്കറിക്കട അടച്ചു കേട്ടാ. ശരി, കുഴപ്പമില്ല. അപ്പോൾ പാല് മാത്രം വാങ്ങിച്ച് നേരെ വീട്ടിൽ പോകാം. ബാ സമയമായിക്കൊണ്ടിരിക്കണം, വിശക്കണം, എന്തെങ്കിലും കഴിക്കണം. പാലുണ്ടാ? ഓക്കെ ഓക്കെ, 2 കവർ പാൽ, 2 ബൂസ്റ്റ്, 3 പാൽ, 82 അല്ലേ? ഓക്കെ, അടച്ചോണ്ടേ. എന്തെങ്കിലും പറയാണ്ടേ പറയാം. വ്ളോഗിൻ്റെ അകത്ത് ക്യാമറ ഓണാണ്. ഒന്നും പറയല്ലേ, ഓൺലി ആക്ഷൻ മാത്രമേ ഉള്ളൂ. ആ ശരി, പോട്ടാ. ഗുഡ് നൈറ്റ്. ഓക്കെ, ഇന്ന് രാത്രി ബൂസ്റ്റ് കുടിക്കാം, നല്ല ആരോഗ്യം വരട്ടെ അല്ലേ? ബൂസ്റ്റ് കുടിച്ച് ആരോഗ്യം വരെ എന്ന് പറയുന്നതൊക്കെ ചുമ്മാ ആയിരിക്കും അല്ലേ? ഒരു ടേസ്റ്റ് ഉണ്ട് കുടിക്കാം, അത്ര തന്നെ, ഷാർജ പോലെ. അപ്പോൾ മലക്കറി മാത്രം പെൻഡിങ് ആണ്, അത് നാളെ രാവിലെ വാങ്ങിക്കാം, കുഴപ്പമില്ല. അപ്പോൾ കമോൺ കൊയ്ക്ക്. നമ്മളെ വീടെത്തി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ കാപ്പി ചപ്പാത്തി ആൻഡ് ഉരുളക്കിഴങ്ങ് കറി കഴിക്കാന്നാ. ഇന്നൊരു പൊടി. ഇപ്രാവശ്യം വേറെ റിലീസ് ചെയ്യാം. ആദ്യം ചപ്പാത്തി വയ്ക്കുക, കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് വാരി വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് ചുരുട്ടി ആ സൂപ്പർ. അടിപൊളി. എങ്ങനെ കഴിച്ചാൽ ചപ്പാത്തിയുടെ ടേസ്റ്റ് വരുള്ളൂ. കഴിക്കുന്ന പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ, അതിലാണ് കാര്യം. കഴിഞ്ഞ വ്ളോഗിൽ ചപ്പാത്തി മുട്ടൻ കറിയായിരുന്നു, ഈ വ്ളോഗിൽ ചപ്പാത്തി ആൻഡ് ഉരുളക്കിഴങ്ങ് കറി. ജോലിയൊക്കെ കഴിഞ്ഞ് വിശന്ന് വന്ന് കഴിക്കുമ്പോൾ സുഖം വേറെ ലെവലാണ്. ഈ സുഖം ഒരുപാട് രൂപ കൊടുത്താൽ പോലും കിട്ടില്ല. അപ്പോൾ അത്ര വേറെ ഒന്നും പറയാനില്ല. ഇന്നത്തെ കാപ്പി സൂപ്പർ, ഇന്നത്തെ ഏണിങ് സൂപ്പർ. അപ്പോൾ സന്തോഷമാണ്. ഇനി കുറച്ച് ടി വി ആണ് കിടന്നുറങ്ങാൻ മാത്രം തന്നെ. അപ്പോൾ ജീവിതത്തിൽ ഒരു മിനിറ്റ്, അടുത്ത വ്ളോഗ് ശിവാലയ വ്ളോഗ് ഉറപ്പാണ്. പോകല്ലേ? കൺഫേം ആയല്ലോ. യൂട്യൂബിൽ ശമ്പളം വരാനുണ്ട്. ആ ശമ്പളം വന്നു കഴിഞ്ഞാൽ കൺഫേം ആണ്, നമുക്ക് ശിവാലയ ഓട്ടം പോവാം അല്ലേ? ഞാനും വാണിയും കൂടെ മിഥുനും ആൻഡ് പ്രിയ ഉണ്ട്. അങ്ങനെ 2 കപ്പിള് 2 ബൈക്കിലായിട്ട് ഒരു ട്രിപ്പ് ഉണ്ട്, ശിവാലയ ഓട്ടം. ഇവിടെ നിന്ന് ആറൂല് വരെ എന്തൊക്കെ കോവിലുണ്ടോ അവിടെ എല്ലാം കയറാം. അപ്പോൾ അതിനാണ് വേറെ ഒന്നും പറയാനില്ല. ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം.